ഇന്ന് നമുക്ക് സദ്യയിലെ സ്പെഷ്യൽ ആയിട്ടുള്ള മത്തങ്ങ എരിശ്ശേരി എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. അത് കുക്കറിൽ 2 വിസിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കുക്കറിലേക്ക് ഒരു 300 ഗ്രാം മത്തങ്ങ ചെറുതായി കട്ട് ചെയ്തതും, അരക്കപ്പ് വൻപയർ കുതിർത്തിയതും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് ഉപ്പും ചേർത്തിട്ട് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിൽ വേവിച്ചെടുക്കാം. ഇനി മിക്സിന്റെ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരവിയത് ചേർത്തി കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു പച്ചമുളക്, അത് എരിവുള്ള പച്ചമുളകായതുകൊണ്ട് 1 ചേർത്തിട്ട് ഇല്ലെങ്കിൽ 2 ചേർത്താം. പിന്നെ 2 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/4 ടീസ്പൂൺ തന്നെ ചെറിയ ജീരകവും ചേർത്തിട്ട് അതൊന്ന് നമുക്ക് അധികം പേസ്റ്റ് ആകാത്ത രീതിയിൽ ഒന്ന് ചതച്ചെടുക്കാം. അപ്പൊ മത്തങ്ങയും പയറൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ നടുവശത്തേക്ക് നമ്മൾ ചതച്ചെടുത്ത തേങ്ങന്റെ കൂട്ടുണ്ടല്ലോ, അത് ഇതിന്റെ നടുവശത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റും പാടെ തേങ്ങയ്ക്കൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ദാ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തിട്ടിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക്, അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് വറ്റൽമുളകും കറിവേപ്പിലും ചേർത്തി കൊടുത്തിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് ചിരകിയ തേങ്ങ ഇട്ടിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറാവുന്ന വരേക്ക് നല്ലവണ്ണം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ മത്തങ്ങ പയർ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി ചേർത്താദ്യം തയ്യാറാക്കാം. അപ്പോൾ നമ്മളെ മത്തങ്ങ എരിശ്ശേരി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ.